തീപിടുത്തമുണ്ടായ കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ അനുമതി. പരിശോധന പൂർത്തിയാക്കിയ ശേഷം താൽക്കാലിക സൗകര്യങ്ങളോടെ തിങ്കളാഴ്ച മുതൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കടകൾ തുറന്നു പ്രവർത്തിക്കാനാണ് അനുമതി. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും KSEBയുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിലെ വൈദ്യുതി കേബിളുകളും പാനൽ ബോർഡുകളും മുഴുവനായി മാറ്റി സ്ഥാപിക്കും. 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പൂർത്തിയാകും. കെട്ടിടത്തിന്റെ സമ്പൂർണ്ണ നവീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ പുതിയ DPR ജൂൺ മാസത്തിൽ അംഗീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനും തീരുമാനമായതായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. തീപിടുത്തത്തിന്റെ വെളിച്ചത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും KSEBയുടെ ശുപാർശ പരിഗണിച്ച് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വൈദ്യുതി കേബിളുകളും പാനൽ ബോർഡുകളും മുഴുവനായി മാറ്റി സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. പ്രവൃത്തി 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചു. പാനലുകൾ മാറ്റി സ്ഥാപിച്ച് ഓരോ മുറിയിലേക്കുമുള്ള കേബിളുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആദ്യഘട്ടമായി കോർപ്പറേഷൻ ചെയ്യുന്നതാണ്. മുറികൾക്കുള്ളിലുള്ള വയറിംഗ് ലൈസൻസുകൾ ചെയ്യുന്നതാണ്. കോമൺ സ്പേസിലുള്ള ലൈറ്റിംഗുകളുടെ പ്രവൃത്തി അടുത്ത ഘട്ടമായി ചെയ്യുന്നതിന് തീരുമാനിച്ചു. 3ാം ഘട്ടമായി സമ്പൂർണ്ണ നവീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ പുതിയ DPR ജൂൺ മാസത്തിൽ അംഗീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈസൻസുകളുടെ അപേക്ഷ പരിഗണിച്ച് കണക്റ്റഡ് ലോഡ് ആവശ്യകതയ്ക്ക് അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനുമുള്ള രീതിയിൽ സജ്ജീകരിക്കുന്നതിന് KSEBക്ക് നിർദ്ദേശം നൽകി. പ്രവൃത്തിയുമായി സഹകരിക്കുന്നതിന് തയ്യാറാണെന്ന് ലൈസൻസുകൾ ഉറപ്പ് നൽകി. ഇതിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈസൻസുകളുടെ അസോസിയേഷനും അറിയിച്ചു. കെട്ടിടത്തിന് സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമില്ല എന്ന് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിബാധയുടെ ഭാഗമായി ഉണ്ടായ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവിടെ വൃത്തിയാക്കിയതിനു ശേഷം കടമുറികൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് ലൈസൻസുകൾക്ക് അനുമതി നൽകി.